ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മയാണ്. രാജലക്ഷ്മി അമ്മ സ്റ്റേഷനിലിരുന്ന് ഹോം മിനിസ്റ്ററിനെ വിളിക്കുമ്പോൾ അയാൾ കോള് കട്ട് ചെയ്യുകയാണ്. അതേസമയം ഇന്ദ്രജയും മീനാക്ഷി ഇറക്കണം എന്നുള്ള ആവശ്യമായി അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. എന്താണെങ്കിലും ആ സാഹിറെ വിളിച്ച് കാര്യം പറഞ്ഞേക്കാമല്ലേ എന്ന് ഹോം മിനിസ്റ്റർ പറയുമ്പോൾ ഇന്ദ്രജ പറയുകയാണ്, അത് വേണ്ട, മീനാക്ഷി എന്താണെങ്കിലും ഒരു ദിവസം ജയിലിൽ കിടക്കട്ടെ. നാളെ രാവിലെ ഞാൻ സ്റ്റേഷനിലെത്തിയിട്ട് നിങ്ങളെ വിളിക്കാം. അന്നേരം നിങ്ങൾ സാഹിറയോട് അവളെ റിലീസ് ചെയ്യാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ അവിടുന്ന് പോവുകയാണ്. തുടർന്ന് സാഹിറയെ വിളിക്കുകയും രാജലക്ഷ്മി അമ്മയ്ക്ക് അനുകൂലമായി ഒന്നും തന്നെ ചെയ്യേണ്ടെന്ന് മിനിസ്റ്റർ പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. എന്താണെങ്കിലും എല്ലാവരും കേട്ടല്ലോ. ഇനി സ്ഥലം കാലിയാക്കാൻ നോക്കാൻ സാഹിറ പറയുമ്പോൾ എല്ലാവരും വിഷമത്തോടെ അവിടെ നിന്നിറങ്ങുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് സച്ചി ചോദിക്കുമ്പോൾ പണ്ട് താനും സാഹിറയും തമ്മിലുള്ള വഴക്കിൻ്റെ കാര്യമെല്ലാം കാർത്തി അവരോട് പറയുകയാണ്. ഇനി ഇതിനൊക്കെ പോംവഴിയായി ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അഡ്വക്കേറ്റ് ഇട്ടിമണി വർഗീസ്. അത് സുപ്രീം കോടതിയിലെ മെയിൻ ആയിട്ടുള്ള അഡ്വക്കേറ്റ് അല്ലേ എന്നൊക്കെ കാർത്തി ചോദിക്കുമ്പോൾ അതേയെന്നും ഇനി അയാളെ കൊണ്ട് മാത്രമേ ഇവരെ രക്ഷിക്കാൻ സാധിക്കൂ എന്നും രാജലക്ഷ്മി അമ്മ പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ജഡ്ജിൻ്റെ വീട്ടിൽ ഒരു കള്ളൻ കയറുന്നതാണ്. CCTV വിഷ്വൽസ് എല്ലാം പരിശോധിച്ചതിന് ശേഷം പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയാണ് ജഡ്ജി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കോടതിയാണ്. എതിർഭാഗത്തെ വക്കീല് തൻ്റെ ജൂനിയർമാരോട് ആരാണ് മറുഭാഗത്തെ വക്കീലെന്ന് ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് ഇട്ടിമണിയാണെന്ന് അവർ പറയുന്നു. ഇത് കേൾക്കുന്ന വക്കീല് ഞെട്ടലോടെ അവരെ നോക്കുകയാണ്. ഇതുപോലുള്ള ചെറിയ കേസിനൊക്കെ അദ്ദേഹം വരുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞതെന്ന് ആ ജൂനിയർമാർ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും മീനാക്ഷിയും കൂടി കോടതിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതേസമയം കോടതിക്കുള്ളിൽ അവന്തികയും അർച്ചനയ്ക്ക് ശിക്ഷ വിധിക്കുന്നത് കാത്ത് നിൽപ്പുണ്ടായിരുന്നു. നിന്നെ ഇവിടെ ഇങ്ങനെ കാണാനേ നല്ല രസമുണ്ട്. ഇനിയും നിന്റെ മുന്നോട്ടുള്ള ജീവിതം പരമസുഖം തന്നെയായിരിക്കുമെന്ന് പരിഹാസത്തോടെ അർച്ചനയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് പറയുകയാണ് അവന്തിക. അങ്ങനെ ജഡ്ജി വരികയും എല്ലാവരും കോടതി കവാടത്തിനുള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. ആദ്യത്തെ കേസ് അർച്ചനയുടേതായിരുന്നു. അർച്ചന മുമ്പോട്ട് കയറി ചെല്ലുമ്പോൾ ജഡ്ജി ചോദിക്കുകയാണ്, ഡിഫൻസിന്റെ ലോയർ വന്നിട്ടില്ലേ? അതേസമയം തന്നെ ഇട്ടിമണി അകത്തേക്ക് കയറി ചെല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്യുന്ന വക്കീലിനെയാണ്. അർച്ചനയാണ് കുഞ്ഞിനെ മോഷ്ടിച്ചതെന്നും ശിവരാമന്റെ ഭാര്യയെ വിഷം കൊടുത്ത് കൊന്നതും അർച്ചനയാണെന്നും അയാള് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അർച്ചന അതെല്ലാം നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ശിവരാമന്റെ തിരോധാനത്തിന് പിന്നിലും അർച്ചനയ്ക്ക് പങ്കുണ്ടെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ വിസ്താരത്തിനു വേണ്ടി ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിടണമെന്നും തന്നെ വക്കീൽ പറയുകയാണ്. തുടർന്ന് ഡിഫൻസ് ലോയറിനെ വിളിക്കുമ്പോൾ ഇട്ടിമണി പറയുകയാണ്, മേഡം, അർച്ചനയുടെ ജാമ്യത്തിന് വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കക്ഷിക്ക് ജാമ്യം വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ അല്ലെന്നും എൻ്റെ കക്ഷി അർച്ചന ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അവരെ വെറുതെ വിടണമെന്നും പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് ഇട്ടിമണി പറയുന്നു. തുടർന്ന് അർച്ചനയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഓരോരോ കാര്യങ്ങളായി ഇട്ടിമണി പറയുന്നു. അർച്ചനയ്ക്കെതിരെ കേസ് കൊടുത്ത ശിവരാമന്റെ ബന്ധുക്കളെ എനിക്കൊന്ന് വിസ്തരിക്കണമെന്ന് വക്കീൽ പറയുമ്പോൾ അതിന് അനുമതി കൊടുക്കുകയാണ് ജഡ്ജി. അങ്ങനെ ശിവരാമന്റെ ബന്ധുക്കളാണെന്ന് പറയുന്നവർ വിസ്താരത്തിനായി മുന്നോട്ട് വരികയാണ്. നിങ്ങൾ ശിവരാമന്റെ ബന്ധുക്കളല്ലെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് വക്കീൽ പറയുമ്പോൾ രണ്ടുപേരും പരിഭ്രാന്തിയോടെ എല്ലാവരെയും നോക്കുകയാണ്. തുടർന്ന് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് പ്രോസിക്യൂട്ടറെയും ജഡ്ജിനെയും ഏൽപ്പിക്കുകയാണ് ഇട്ടിമണി. കുറച്ചു നാളുകൾക്ക് മുമ്പ് പാലക്കാട് ഒരു മരണ വീട്ടിൽ കയറിക്കൂടി അവിടുത്തെ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചവരായിരുന്നു അവർ രണ്ടുപേരും. ഇവർ രണ്ടിനെയും കസ്റ്റഡിയിലെടുക്കുകയാണെങ്കിൽ തെളിയാത്ത നിരവധി കേസുകൾ തെളിയുമെന്ന് ഇട്ടിമണി പറയുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് കുഞ്ഞിനെ എങ്ങനെയാണ് കിട്ടിയതെന്ന് അർച്ചന തന്നെ പറയുമെന്ന് ഇട്ടിമണി പറയുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അർച്ചന പറയുകയാണ്. അർച്ചന പറയുന്നതെല്ലാം കള്ളമാണെന്ന് പ്രോസിക്യൂട്ടർ പറയുമ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാനായിട്ടുള്ള ബോധമൊക്കെ എനിക്കുണ്ടെന്നും അർച്ചന ഒരു കുറ്റവും ചെയ്യാത്തതുകൊണ്ട് തന്നെ അർച്ചന ഈ കോടതി വിട്ടയക്കുന്നെന്നും 24 മണിക്കൂറിനുള്ളിൽ അർച്ചനയുടെ കുഞ്ഞിനെ പോലീസ് തന്നെ തിരഞ്ഞു കൊടുക്കണമെന്നും ഓർഡർ ഇടുകയാണ് ജഡ്ജി. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ ലഞ്ച് ബ്രേക്കിനായി കോടതി പിരിയുമ്പോഴേക്കും സച്ചി അർച്ചനയുടെ അടുത്തേക്കും കാർത്തി മീനാക്ഷിയുടെ അടുത്തേക്കും ഓടി വരികയാണ്. കണ്ടില്ലേ, അർച്ചന ഇറക്കിയതുപോലെ തന്നെ മീനാക്ഷിയെ നിഷ്പ്രയാസം ഞാൻ ഇറക്കുമെന്ന് ഇട്ടിമണി പറയുന്നു. ഇത് കേൾക്കുന്ന അവരെല്ലാവരും സന്തോഷത്തോടെ ഇട്ടിമണിയെ നോക്കുമ്പോൾ സാഹിറ അങ്ങോട്ടേക്ക് വരികയാണ്. സാഹിറയുടെ അടുത്തേക്ക് ചെന്ന് മീനാക്ഷി പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളോട് എന്താ ഇത്ര വൈരാഗ്യമെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. അടുത്തത് വക്കീലിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് വിയർക്കാൻ പോകുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ച കാര്യമെല്ലാം എന്താണെങ്കിലും ഞാൻ എല്ലാവരോടും തുറന്നു പറയുമെന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സാഹിറ. അങ്ങനെ ലഞ്ച് ബ്രേക്കിന് ശേഷം വീണ്ടും കോടതി കൂടുകയാണ്. അങ്ങനെ മീനാക്ഷിയുടെ കേസ് വിളിക്കുന്നു.
മീനാക്ഷിയെ വിസ്താരത്തിനായി കയറ്റിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.